الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم إنما المؤمنون الذين إذا ذكر الله وجلت قلوبهم وإذا تليت عليهم آياته زادتهم إيمانا وعلى ربهم يتوكلون الذين يقيمون الصلاة ومما رزقناهم ينفقون أولئك هم المؤمنون حقا لهم درجات عند ربهم ومغفرة ورزق كريم സത്യ വിശ്വാസികൾ റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ജീവിതത്തിന്റെ എല്ലാ മേഖലയും അല്ലാഹു തആല ഖൈറും ബറക്കത്തും നമ്മിലെല്ലാം ധാരാളമായി വർഷിക്കുമാറാവട്ടെ. ദുആ ചെയ്യാൻ പ്രത്യേകമായി വസിയത്ത് ചെയ്ത ധാരാളം സഹോദരങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാവർക്കും അവന്റെ എല്ലാ അർത്ഥത്തിലുമുള്ള ഫളലും റഹ്മത്തുമെല്ലാം ചൊരിഞ്ഞ് നൽകുമാറാവട്ടെ. മരണപ്പെട്ടു പോയ എല്ലാ വിശ്വാസികൾക്കും അല്ലാഹു തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആൻ 8-ാം അധ്യായം സൂറത്തു അംഫാലിലെ 2, 3, 4 ആയത്തുകളാണ് ഓതിവെച്ചത്. പരിശുദ്ധ റമദാനിലേക്ക് കടക്കാനുള്ള മാനസികമായ തയ്യാറെടുപ്പിലാണല്ലോ വിശ്വാസികളായ നമ്മളൊക്കെ. അല്ലാഹു തആല റമദാനിനെ സ്വീകരിക്കുവാനും റമദാൻ അനുകൂലമായി സാക്ഷി പറയുന്ന ഭാഗ്യവാന്മാർ ഉൾപ്പെടാനും നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ.
കഴിഞ്ഞ വെള്ളിയാഴ്ച സൂചിപ്പിച്ചതുപോലെ തീർച്ചയായും റമദാൻ എന്നത് വിശ്വാസിയെ സംബന്ധിച്ച് സന്തോഷമുളവാക്കുന്ന, അവൻ ഉപയോഗപ്പെടുത്തേണ്ടുന്ന സന്ദർഭമാണ് എന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. ഇപ്പോൾ തന്നെ അതിനുവേണ്ടി തയ്യാറെടുക്കലാണ് ഏറ്റവും പ്രധാനം. ജീവിതത്തിൽ എത്ര റമദാനുകൾ കഴിഞ്ഞുപോയി എന്നതിന് നമുക്കൊക്കെ വർഷങ്ങളുടെ ഉത്തരം പറയാനുണ്ട്. 20, 30, 40, 50, 60 റമദാൻ മാസമൊക്കെ അനുഭവിച്ചവരാണ് നമ്മിൽ നല്ലൊരു ശതമാനം ആളുകൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് ഒരാൾക്ക് പാപങ്ങൾ പുറത്തു കിട്ടാൻ, സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ ഒരു റമദാൻ കിട്ടിയാൽ മതി എന്നാണല്ലോ. റമദാൻ കിട്ടിയിട്ടും ഒരാൾക്ക് പാപമോചനം ലഭിച്ചില്ല എങ്കിൽ അവൻ തുലഞ്ഞു പോകട്ടെ, നശിക്കട്ടെ എന്നാണ് നബി തങ്ങളുടെ പ്രാർത്ഥനയായി നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കുന്നത്. കേവലമായി പകൽ നോമ്പെടുക്കുക എന്നത് മാത്രമല്ല. എന്താ റമദാനിൽ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, പകൽ ഭക്ഷണമില്ല, ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒന്നും ഉണ്ടാവില്ല, രാത്രി കുറച്ചധികം നിസ്കരിക്കാനും ഉണ്ടാകും എന്നത് മാത്രമല്ല റമദാനിലെ സവിശേഷം. എല്ലാ ഖൈറുകളും വർദ്ധിക്കേണ്ടുന്ന, എല്ലാ ശർറിൽ നിന്നും മുക്തമാവേണ്ടുന്ന സന്ദർഭമാണ് റമദാൻ എന്നത്. അതുകൊണ്ട് ഈ റമദാനിലേക്ക് കടക്കുമ്പോൾ അനിവാര്യമായും ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങളെക്കുറിച്ചുള്ള ധാരണയാണ്, തീരുമാനമാണ് നമുക്കുണ്ടാവേണ്ടത്. ഏറ്റവും ചുരുങ്ങിയത് റമദാൻ മാസം കിട്ടിയത് മുഴുവനായും ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ 3 രംഗത്ത് നമുക്ക് ചില വർധനവുകൾ ആവശ്യമാണ്. 3 കാര്യങ്ങൾ, 3 മേഖലകൾ വർദ്ധിപ്പിക്കാൻ ഈ റമദാന് കൊണ്ട് സാധിച്ചാൽ ആ റമദാൻ നമുക്കുള്ളതാണ്. ഇല്ലെങ്കിൽ ഒരുപാട് റമദാനുകൾ നമ്മളൊക്കെ നഷ്ടപ്പെടുത്തിയതുപോലെ ഈ റമദാൻ നഷ്ടപ്പെട്ടു പോകുമെന്നാണ് ഞാൻ നിങ്ങളുമൊക്കെ തിരിച്ചറിയുക. ഒന്നാമതായി വർദ്ധിക്കേണ്ടത് ഈമാനാണ്. വിശ്വാസിക്ക് ഈമാൻ കൂടുകയും കുറയുകയും ചെയ്യുമെന്ന് വിശുദ്ധ ഖുർആനും പ്രവാചക വചനങ്ങളും പഠിപ്പിക്കുന്നുണ്ട്. അൽ ഈമാനു യസീദു വയൻഖുസ്, ഈമാൻ വർദ്ധിക്കും, ഈമാൻ കുറയുകയും ചെയ്യും. നന്മകൾ ചെയ്താൽ ഈമാൻ കൂടും, തിന്മകൾ ചെയ്താൽ ഈമാൻ കുറയുമെന്ന് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഒരു അധ്യായം തന്നെ നൽകിക്കൊണ്ട് വിശദീകരിച്ചതായി കാണാൻ കഴിയും. യസീദു ബിത്വാഅത്ത് വയൻഖുസു ബിൽ മആസി എന്നാണ്. പുണ്യകർമ്മങ്ങൾ ചെയ്യുക വഴി ഈമാൻ വർദ്ധിക്കും, തിന്മകൾ ചെയ്യുക വഴി ഈമാൻ കുറയുകയും ചെയ്യും. ഈ റമദാനിൽ നമ്മുടെ ഈമാൻ വർദ്ധിപ്പിക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന ആലോചന, പ്ലാനിംഗ് ആണ് ഒന്നാമതായി വേണ്ടത്. പടച്ച റബ്ബുമായുള്ള ബന്ധം ഒന്നുകൂടെ വർദ്ധിക്കണം. അല്ലാഹുവുമായി മനസ്സിന്റെ ഒരു അടുപ്പം, റബ്ബിലേക്ക് ഒരു ചാണെടുത്താൽ അല്ലാഹു ഒരു മുഴം ഇങ്ങോട്ട് അടുക്കുമെന്ന് അല്ലാഹു തആല പറഞ്ഞതായി നബി തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഇദാ തഖറബ ഇലയ്യ അബ്ദി ശിബ്റൻ തഖറബതു ഇലൈഹി ദിറാഅൻ, എന്റെ അടിമ എന്നിലേക്ക് ഒരു ചാണെടുത്താൽ ഞാൻ അവനിലേക്ക് ഒരു മുഴം അടുക്കുമെന്നാണ്. എന്നിലേക്ക് ഒരു മുഴം എടുത്താൽ തഖറബതു ഇലൈഹി ബാഅൻ, ഞാൻ അവനിലേക്ക് ഒരു മാറ് ഞാൻ അടുക്കും. വഇദാ അതാനി യംശി അതൈതുഹു ഹർവല, എന്നിലേക്ക് അവൻ നടന്നു വരുന്നുവെങ്കിൽ ഞാൻ അവനിലേക്ക് ഓടിച്ചെല്ലുമെന്നാണ് ആ ഹദീസിൽ അല്ലാഹു തആല പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നബി തങ്ങൾ പഠിപ്പിക്കുന്ന ഖുദ്സിയായ ഒരു ഹദീസിൽ വന്നിരിക്കുന്നു. റബ്ബിലേക്ക് നാം എത്ര കണ്ട് അടുക്കുന്നുവോ അതിനേക്കാൾ ഏറെ റബ്ബ് നമ്മിലേക്ക് ഇങ്ങോട്ട് അടുക്കുമെന്നർത്ഥം. റബ്ബിന്റെ സാമീപ്യം നേടണം,
അള്ളാഹുമായൊരു മനസ്സിന്റെ ബന്ധമുണ്ടാകണം. എന്തിനും ഏതിനും പടച്ചറപ്പിന്റെ മുമ്പിൽ എനിക്ക് ഒരു അഭയമുണ്ട്, എല്ലാം ഏൽപ്പിക്കാൻ മതിയായ അള്ളയാണ്, അവനാണ് ഏറ്റവും നല്ല വക്കീൽ, നിഅ്മൽ വക്കീൽ. എല്ലാം ഏൽപ്പിക്കാൻ ഏറ്റവും നല്ല മതിയായവൻ അല്ലാഹുവാണ് എന്ന കേവലമായ പറച്ചിലല്ല, ഖൽബിനെ അല്ലാഹുമായി ബന്ധിപ്പിക്കുക. അല്ലാഹ് എന്ന ബോധം, അല്ലാഹുവിനെ കുറിച്ചുള്ള സ്മരണ, ദിക്റുല്ലാഹ്, അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ, സ്മരണ, നാം ഇവിടെ ഉച്ചരിക്കുന്ന ദിക്റാണെങ്കിലും ഖൽബിന്റെ ഓർമ്മ എന്ന ദിക്റാണെങ്കിലും അതെല്ലാം അതിന്റെ ഭാഗം തന്നെയാണ്. ഈമാൻ വർദ്ധിക്കാൻ ഏറ്റവും നല്ല മാർഗവും അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ തന്നെയാണ്. അതിന് ഓതി വെച്ച ആയത്തിലും ഇലാ ദുഃഖിറല്ലാഹ്, അല്ലാഹുവിനെ കുറിച്ച് പറയപ്പെട്ടാൽ, റബ്ബിനെ സ്മരിക്കപ്പെട്ടാൽ അവർക്ക് ഖൽബുകൾ പ്രയാസപ്പെടുന്നു, ബേജാറാകുന്നു. അല്ലാഹുവിന്റെ ആയത്ത് ഓതി കേൾപ്പിക്കപ്പെട്ടാലോ അവിടെ ഈമാൻ വർദ്ധിക്കുകയും ചെയ്യുന്നു. സാദത്തുഹും ഈമാന, ഈമാൻ വർദ്ധിക്കും. അതാണ് മുഅ്മിനീങ്ങൾ. ഇന്നമൽ മുഅ്മിനൂന എന്നാണ്. തീർച്ചയായും മുഅ്മിനീങ്ങൾ ഈ പറയപ്പെടുന്ന ലക്ഷണമുള്ളവർ മാത്രമാണ്. ഈമാനുള്ളവർ, മുഅ്മിനീങ്ങൾ എന്ന് പറയാവുന്നവർ ഈ 3-4 ആയത്തുകളിൽ പരാമർശിച്ച ലക്ഷണങ്ങൾ ഉള്ളവരാരോ അവർ മാത്രമാണ് മുഅ്മിനീങ്ങൾ. ആയത്ത് ആരംഭിച്ചത് ഇന്നമൽ മുഅ്മിനൂൻ, തീർച്ചയായും ഇവര് മാത്രമാകുന്നു വിശ്വാസികൾ എന്ന് പറഞ്ഞുകൊണ്ടാണ്. 4-ാമത്തെ ആയത്ത് അല്ലാഹു പറഞ്ഞതോ ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖ്ഖാ, അവരാണ് ഹഖ്ഖായ മുഅ്മിനീങ്ങൾ, ശരിയായ മുഅ്മിനീങ്ങൾ, ശരിയായ ഈമാനുള്ളവർ ഈ പറയപ്പെട്ടവരാകുന്നു എന്ന് 4-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയുകയും ചെയ്യും. അപ്പോൾ 2 തവണ ഉറപ്പിച്ചു പറഞ്ഞു ഇതാണ് ഈമാനിന്റെ അടയാളം, ഇവരാണ് മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല ചില വിശേഷണങ്ങൾ അവിടെ എടുത്തു പറഞ്ഞു. ഒന്ന്, ഈ റമദാനിൽ നമുക്ക് ഈമാൻ വർദ്ധിക്കണം, അല്ലാഹുമായുള്ള ബന്ധമൊന്നുകൂടെ ഊട്ടി ഉറപ്പിക്കണം. ഒന്ന്, ഒറ്റക്കിരുന്ന് സ്വസ്ഥമായിരുന്ന് പടച്ച റബ്ബിന്റെ മുമ്പിൽ പറയാവുന്നതെല്ലാം പറഞ്ഞ് അവനെ സ്മരിച്ച് അവനോട് പ്രാർത്ഥിച്ചുകൊണ്ട് കുറച്ച് സമയം ഈ റമദാനിൽ നമുക്ക് വിനിയോഗിക്കണം. തസ്ബീഹുകൾ, തഹ്മീദുകൾ, തക്ബീറുകൾ, തഹ്ലീലുകൾ, ഇസ്തിഗ്ഫാറുകൾ, ദിക്റുകൾ, ദുആകൾ, ഇതെല്ലാം ഈ റമദാനിനെ കുറിച്ച് അധികമായി ചെയ്യണം. അതിന് ചില പ്ലാനും പദ്ധതിയും നമുക്ക് ഇപ്പോൾ തന്നെ ഉണ്ടാവേണ്ടതുണ്ട്. എല്ലാ മാസത്തെയും പോലെ രാവിലെ ഓഫീസിൽ പോയി വൈകുന്നേരം വരെ ജോലിയാണ്, പിന്നെ വന്ന നോമ്പോളുന്നു, പിന്നെ ഒന്ന് വിശ്രമിക്കുമ്പോഴേക്ക് തറാവീഹിന് സമയമായി, അതും കഴിഞ്ഞ് പോയി കിടന്നുറങ്ങി, നേരം വെളുത്താൽ പിന്നെയും ഇത് തന്നെയാണ് എന്നാണെങ്കിൽ ഈ പറയപ്പെട്ട ഒന്നും ഉണ്ടാവില്ല. പകൽ നോമ്പുകാരനായിരിക്കും, രാത്രി പക്ഷെ നിസ്കരിക്കാനും വരും. അതിനപ്പുറത്തേക്ക് പ്രത്യേകിച്ചൊന്നും ഉണ്ടാവുകയില്ല. ഒന്നാമതായി എനിക്ക് എന്റെ ഈമാൻ വർദ്ധിപ്പിക്കണം. അത് ഞാൻ എന്തു ചെയ്യും, എത്ര സമയം, ഏതു സമയം ഞാൻ അതിനുവേണ്ടി വിനിയോഗിക്കുമെന്ന ഒരു ഏകദേശ ധാരണയെങ്കിലും, ഇത്ര സമയം, ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെ ഞാൻ പള്ളിയായിരിക്കും. അത് സംസാരിക്കാനല്ല, എല്ലാരും പോയി കാണാനല്ല, ഒന്നിച്ചുകൂടി സ്വറ പറയാനല്ല, സ്വസ്ഥമായി റബ്ബിന്റെ പള്ളിയിൽ ചെന്ന് ഒന്ന് സ്വസ്ഥമായിരുന്ന് ഖുർആൻ മറച്ചു വെച്ച് ഖുർആനിന്റെ പാരായണം, ദിക്റുകൾ, ദുആകൾ, പടച്ച റബ്ബുമായുള്ള മാനസികമായ ഒരു അടുപ്പം ആ നിലക്കുണ്ടാക്കി അല്ലാഹുവിലേക്ക് ചാണെടുക്കുമ്പോ പടച്ച റബ്ബ് ഇങ്ങോട്ട് ഒരു മുഴമെടുക്കുമെന്ന് പറഞ്ഞ ആ ഹദീസ് പ്രചോദനമായിക്കൊണ്ട് അടുപ്പം വർദ്ധിപ്പിക്കാൻ ഈ റമദാൻ ഇൻഷാ അല്ലാഹ് നമുക്ക് ഉപയോഗപ്പെടുത്തണം. പടച്ച റബ്ബ് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. രണ്ടാമതായി അതിനെ കൂടെ അറിവ് കൂടി വർദ്ധിപ്പിക്കണം, ഇൽമ് വർദ്ധിപ്പിക്കണം. മുൻഗാമികൾ റമദാനിൽ ഇൽമിന് അധികമൊന്നും സമയം വിനിയോഗിച്ചിട്ടില്ല, ഇബാദത്തിനാണ് സമയം വിനിയോഗിച്ചത്. പക്ഷേ അവരെ സംബന്ധിച്ച് ബാക്കി 11 മാസവും അവർ ഇൽമിന്റെ വഴിയിലുണ്ട്. നമ്മളെ സംബന്ധിച്ച് ജീവിതം മുഴുവനും ദുനിയാവിന്റെ പിന്നാലെയാണ്, മറ്റൊരുപാട് തിരക്കുകളാണ്. ഈ ഒരു മാസമാണ് ആകെ കുറച്ചെങ്കിലും റമദാനിലാണ് കുറച്ചെങ്കിലും പള്ളികളുമായി ബന്ധപ്പെടാൻ നമുക്ക് സാധിക്കുന്നത്. നമ്മളിവിടെ എല്ലാം കൂടെ ചേർത്ത് വെച്ചുകൊണ്ട് പോകാനാണ് നാം ശീലിക്കേണ്ടത്.
ഇമാം മാലിക് റഹിമഹുല്ലാഹ് റമദാൻ മാസം വന്നാൽ എല്ലാ ദർസും നിർത്തിവെക്കുമെന്നാണ്. ക്ലാസ്സൊക്കെ നിർത്തിവെക്കും. ക്ലാസ്സുകളില്ല. റമദാൻ മാസം നമുക്ക് ക്ലാസ് ഇല്ല. ഖുർആൻ പാരായണമാണ്, നിസ്കാരമാണ്, ദിക്റും ദുആഉമാണ്, പള്ളിയുമുള്ള ബന്ധമാണ്, ഇഴ്തികാഫാണ്. അതാണ് മുൻഗാമികളെ മാതൃക. ബാക്കി 11 മാസം അവർ അറിവിന്റെ വഴിയിലുണ്ട്. നമ്മളെ സംബന്ധിച്ചത് ഇല്ല. അതുകൊണ്ട് ഈ ഒരു മാസമേ ആകെ വല്ലതും ചെയ്യുന്നുള്ളൂ എങ്കിൽ അത് ഇതെല്ലാം കൂടി ചേർത്തി എല്ലാം ജംഅ് ചെയ്ത് കൊണ്ടുപോകാനുള്ള പ്ലാനാണ് നാം കാണേണ്ടത്. അപ്പൊ കുറച്ച് നമുക്ക് പഠിക്കണം. റമദാൻ കുറച്ച് പഠിക്കണം. പിന്നെ പഠന ക്ലാസ്സുകൾ ഉണ്ടാവും, അത് ഉപയോഗപ്പെടുത്താം. അതല്ലാതെയും വായിച്ചും കേട്ടും ചോദിച്ചും അറിഞ്ഞും അന്വേഷിച്ചുമൊക്കെ ഈ റമദാനിൽ വല്ലതും കുറച്ച് പഠിക്കണം. നമ്മൾ വിശ്വാസ കാര്യങ്ങൾ ഒന്ന് പഠന വിധേയമാക്കണം. അഖീദയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒന്ന് പഠിച്ച് എന്റെ അഖീദ ശരിയാണ് എന്ന ഒരു ബോധ്യമെങ്കിലും ഉണ്ടാക്കിയെടുക്കണം. ചെയ്യുന്ന അടിസ്ഥാന അമലുകൾ കുറ്റമറ്റതാണ് എന്ന ഒരു ഉറപ്പുണ്ടായി മാറണം. നിസ്കരിക്കുന്നുണ്ട്, നോമ്പെടുക്കുന്നുണ്ട്, സകാത്ത് നൽകുന്നുണ്ട്, ഇതൊക്കെ അല്ലാഹുവും റസൂലും പഠിപ്പിച്ച രീതിയിൽ തന്നെയാണോ? അതല്ല അവിടെ ചെല്ലുമ്പോൾ ഇതെല്ലാം അസ്വീകാര്യമായി തള്ളപ്പെട്ടു പോകുമോ എന്ന ആശങ്കയുണ്ടാവുകയും നിസ്കാരത്തിന്റെ ആദാബുകൾ, നിസ്കാരത്തിന്റെ മര്യാദകൾ, നോമ്പിന്റെ മര്യാദകൾ, സകാത്തിന്റെ വിശദാംശങ്ങൾ, അങ്ങനെ തുടങ്ങിയ അടിസ്ഥാനമായ ഇബാദാത്തുകളുടെ എങ്കിലും അടിസ്ഥാന നിയമങ്ങളെങ്കിലും വളരെ ആഴത്തിറങ്ങി വലിയൊരു ആലിമാകാണെന്നോ അല്ലെങ്കിലും എന്റെ അമൽ ശരിയാക്കുവാൻ, എന്റെ ഈമാൻ ശരിയാക്കുവാൻ ഞാൻ ചെയ്യേണ്ട ഫർള് ഐനായി പഠിക്കേണ്ട കാര്യങ്ങൾ അതെങ്കിലും പഠിക്കാൻ ഈ റമദാനിൽ ചെറിയൊരു പ്ലാൻ നമുക്ക് വേണം. നമ്മളെ പള്ളിയിലൊക്കെ എല്ലാ വർഷത്തെയും പോലെ ളുഹറിന് ശേഷം ക്ലാസ് ഉണ്ടാകും. അതൊരു അവസരമാണ്. അതല്ലാതെയും കുറച്ച് വായിക്കാം. ഏതെങ്കിലും ഗ്രന്ഥങ്ങൾ വായിക്കാൻ കഴിയുമോ അത് വായിക്കാം. ഒന്നും വേണ്ട. വിശുദ്ധ ഖുർആന്റെ പരിഭാഷയെങ്കിലും എടുത്തു വെച്ച് ഒരാവർത്തി ഒന്ന് വായിക്കാൻ തീരുമാനിച്ചാൽ, ഒരു ദിവസം ഒരു ജുസ്ഇന്റെ പരിഭാഷ വായിച്ചാൽ 30 നോമ്പ് കൊണ്ട് 30 ജുസ് വായിച്ചു നിൽക്കാൻ പറ്റും. അങ്ങനെയെങ്കിലും ഒരു പ്ലാൻ ചെയ്താൽ അതൊരു അവസരമാണ്. ഉപയോഗപ്പെടുത്താൻ നമുക്ക് ഒന്ന് ഈമാൻ വർദ്ധിപ്പിക്കുന്നു, 2 അറിവ് വർദ്ധിപ്പിക്കുന്നു, മൂന്നാമതായി ഇബാദാത്ത് അമലുകൾ വർദ്ധിപ്പിക്കുന്നു. റമദാൻ പുണ്യങ്ങളുടെ പൂക്കാലമെന്ന് പൊതുവെ ഒരു ആലങ്കാരികമായി പറയാറുണ്ട്. അത് കേവലം പറച്ചിലല്ല, നന്മകൾക്ക് ഇരട്ടിരട്ടിയായി പ്രതിഫലം ലഭിക്കുന്ന മാസമാണ്. അതുകൊണ്ട് അമലുകൾ, ഇബാദാത്തുകൾ ഈ റമദാനിൽ വർദ്ധിക്കണം. അപ്പൊ ഏതൊക്കെ വർദ്ധിപ്പിക്കണം, എന്തൊക്കെ ചെയ്യണം, ഒരു പ്ലാന് വേണം. നിസ്കാരം ഫർള് ഏതായാലും നിസ്കരിക്കും, റമദാനിലും അല്ലാത്തപ്പോഴും ഒക്കെ. എന്നാലും ആ ഫർളിന്റെ കാര്യത്തിൽ ജമാഅത്ത് നിസ്കാരം നഷ്ടപ്പെടാൻ പാടില്ല എന്ന് തീരുമാനിക്കാൻ പറ്റും. 30 നോമ്പ് കിട്ടിയാൽ 150 വഖത്ത് നമുക്ക് റമദാനിൽ നിസ്കാരം ഉണ്ടാവും ഫർളായി. ആ 150 വഖത്തും എനിക്ക് ജമാഅത്തായി നിസ്കരിക്കണം. പള്ളിയിലെ ഔദ്യോഗിക ജമാഅത്തിൽ പങ്കെടുത്ത് ഇമാമിന്റെ കൂടെ തുടക്കം മുതൽ തന്നെ നിസ്കാരത്തിലുണ്ടായി ഈ 150 വഖത്തും ഒന്നും നഷ്ടപ്പെടാതെ ജമാഅത്ത് കിട്ടാൻ എന്താണൊരു വഴി? ഒരുപക്ഷെ ഇപ്പോഴത്തെ ജോലിയിൽ ചെറിയ ക്രമീകരണങ്ങൾ വരുത്തേണ്ടി വരും. ചില ഏരിയയിൽ നിന്ന് ഒരുപക്ഷെ നമ്മൾ മാറി നിൽക്കേണ്ടി വരും. ചില രംഗത്ത് പോകാതിരിക്കേണ്ടി വരും. അതിന് പോയാൽ എനിക്ക് ജമാഅത്ത് കിട്ടൂല, വേണ്ട, പോകുന്നില്ല, ജമാഅത്താണ് പ്രധാനം. ഒരുപക്ഷെ നമ്മളെ പള്ളിക്ക് എത്താൻ കഴിഞ്ഞോളമെന്നില്ല. എങ്കിൽ പരിസരത്തുള്ള പള്ളികളിൽ എപ്പോഴാണ് നിസ്കാരം, എപ്പോഴാണ് ഇഖാമത്ത്, ബാങ്ക് വിളിച്ച് എത്ര മിനിറ്റാണ് അവിടെ ഇഖാമത്തിന് ഗ്യാപ്പ് ഉള്ളത് എന്നൊക്കെ നോക്കി വെച്ചാൽ സാധാരണ പോകുന്ന റൂട്ടിൽ ഒരു പള്ളിയുണ്ട്, ശരി, അവിടെ എപ്പോഴാണ് നിസ്കരിക്കുക. അപ്പൊ ഇവിടുന്ന് വിട്ടാൽ ഇന്ന പള്ളി ജമാഅത്ത് കിട്ടും, അവിടെ നമുക്ക് ജമാഅത്ത് പങ്കെടുക്കാം എന്നൊരു പ്ലാൻ ചെയ്ത് പോകാൻ കഴിയും. അതല്ല എങ്കിൽ പലപ്പോഴും ആ ജമാഅത്ത് നഷ്ടപ്പെട്ടു പോകും. ഈ റമദാനിലെ 150 വഖത്ത് ജമാഅത്തായിക്കൊണ്ട് തക്ബീറത്തുൽ ഇഹ്റാമിൽ ഇമാമിന്റെ കൂടെ വന്നു ചേർന്നുകൊണ്ട് പൂർണ്ണമായി പ്രതിഫലം കിട്ടുന്ന രൂപത്തിൽ ഫർളായ നിസ്കാരത്തിന് ഒരു ക്രമീകരണം ഈ ഒരു മാസം അങ്ങനെ ക്രമീകരിച്ചാൽ ബാക്കി 11 മാസത്തേക്കും തീർച്ചയായും അതൊരു വഴിയായി വെളിച്ചമായി മാറും. സംശയമൊന്നുമില്ല. പഠിച്ച റബ്ബ് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. സുന്നത്തായ നിസ്കാരങ്ങൾ ഫർളിലെ പോരായ്മകൾ പരിഹരിക്കാൻ കൂടിയാണ് സുന്നത്തായ നിസ്കാരങ്ങൾ. അതേപോലെ മറ്റൊരുപാട് ഇബാദാത്തുകൾ, ഖുർആൻ പാരായണം, മറ്റുള്ള അമലുകൾ, ദിക്റും ദുആയും സലാത്തും അടക്കമുള്ള അമലുകൾ എല്ലാം വർദ്ധിക്കണം. ദാനധർമ്മങ്ങൾ വർദ്ധിക്കണം. റമദാൻ സ്വതക്കയുടെ മാസമാണ്. നബി തങ്ങൾ ഏറ്റവും അധികം സ്വതക്ക ചെയ്തത് റമദാനിലാണ് എന്ന് സ്വഹാബിമാർ പഠിപ്പിക്കുന്നുണ്ട്. ആ റമദാൻ സ്വതക്കയുടെ മാസമാണ്. ഒരു ആസൂത്രണം വേണം നമുക്ക്. റമദാനിൽ സ്വതക്ക ചെയ്യാൻ ചില പ്ലാനുകൾ വേണ്ടി വരും. റമദാനിൽ പ്രത്യേകിച്ച് ഒരു പക്ഷേ വരുമാനം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. സക്കാത്തിന്റെ മാസമല്ല റമദാൻ.
സക്കാത്ത് ഓരോരുത്തർക്കും ഓരോ സമയത്താണ്. എപ്പോഴാണ് വരുമാനം ആരംഭിച്ചത് അവിടുന്ന് അങ്ങോട്ട് അറബി വർഷപ്രകാരം ഒരു കൊല്ലം പൂർത്തിയാകുമ്പോഴാണ് അവന്റെ സക്കാത്ത്. ഒരാൾക്ക് ജൂണിലാണ് ജോലി കയറിയത് എങ്കിൽ ആ ജൂൺ ഏതാണോ അറബി മാസം നോക്കുക, അടുത്ത കൊല്ലം ആ ഒരു വർഷം പൂർത്തിയാകുമ്പോൾ ഒരു സക്കാത്ത് ഇയർ ആയി. എല്ലാവർക്കും ഒരു സക്കാത്ത് ഇയർ ഉണ്ടാകണം. ഒരു സക്കാത്ത് വർഷം എല്ലാവർക്കും ഉണ്ടാകണം. റമദാൻ മാസം വല്ലതും കൊടുത്തിട്ട് സക്കാത്ത് കഴിഞ്ഞു എന്നല്ല. കച്ചവടം ആരംഭിച്ച റബീഉൽ അവ്വലാണെങ്കിൽ റമദാൻ നല്ല സക്കാത്ത് കൊടുക്കേണ്ടത്. അത് അടുത്ത റബീഉലേക്ക് എത്തുമ്പോൾ ഒരു കൊല്ലം പൂർത്തിയായി. ആ ഓരോ കൊല്ലം പൂർത്തിയാകുമ്പോൾ അവൻ കണക്കാക്കിയിട്ട് സക്കാത്ത് കൊടുക്കേണ്ടതാണ്. ഇത് റമദാനിന്റെ തൊട്ടടുത്തൊക്കെയാണ്, ശവ്വാലിലോ ശഅബാനിലോ ഒക്കെയാണ് നമ്മുടെ സക്കാത്ത് ഇയർ പൂർത്തിയാകുന്നത് എങ്കിൽ റമദാനിൽ നമുക്ക് കൊടുക്കാൻ വേണ്ടി വേണമെങ്കിൽ അത് സെലക്ട് ചെയ്യാമെന്ന് മാത്രം. ഈ മുൻ വർഷങ്ങളിലൊക്കെ റമദാനിലാണ് കൊടുത്തു പോകുന്നത്, ശരി, അവിടെ കൂടി കണക്കൂട്ടി ഈ റമദാനിലേക്ക് ഒരു കൊല്ലം പൂർത്തിയാകുന്നു എങ്കിൽ അങ്ങനെയാവാം. ഏതാണെങ്കിലും സക്കാത്തും സ്വതക്കയും റമദാനിൽ ചെയ്യണമെങ്കിൽ നേരത്തെ ഒരു സാമ്പത്തികമായ ഒരു ആസൂത്രണം വേണ്ടി വരും. റമദാനിൽ മാത്രമായി പക്ഷേ വരുമാനം ഉണ്ടായിക്കൊള്ളുന്നില്ല, ചിലപ്പോൾ വരുമാനം കുറവായിരിക്കുകയും ചെയ്യും. അപ്പൊ നേരത്തെ ഒരു ആസൂത്രണം ചെയ്ത് ഇത്ര രൂപ എനിക്ക് റമദാനിൽ സ്വതക്ക ചെയ്യാൻ കഴിയും. അതിൽ നിർബന്ധമായി നമ്മൾ കൊടുക്കേണ്ട ചില മേഖലകൾ ഉണ്ടാവും, നിർബന്ധമായും കൊടുക്കേണ്ടത്. നമ്മുടെ പള്ളി പോലെയുള്ള, നമ്മുടെ ജാമിഅ പോലെയുള്ള അനിവാര്യമായി നൽകേണ്ടുന്ന ചില മേഖലകൾ അതേതായാലും ഒരു വിഹിതം നമ്മൾ മാറ്റിവെക്കേണ്ടതുണ്ട്. കുടുംബത്തിൽ തീർച്ചയായും നമ്മൾ കാണേണ്ടുന്ന ചില ആളുകൾ ഉണ്ടാവും, പ്രയാസമുള്ളവർ, നോമ്പിന് പോലും ബുദ്ധിമുട്ടുന്നവർ, അവർക്കൊരു വിഹിതം നാം നൽകേണ്ടി വരും. അങ്ങനെയൊക്കെ നമ്മൾ ആശ്രയിച്ച് കഴിഞ്ഞു പോകുന്ന ചില സംവിധാനങ്ങൾ, അവിടെയൊക്കെ തീർച്ചയായും നമ്മുടെ ഒരു കൃത്യമായ ഒരു ഇടപെടൽ ആവശ്യമുണ്ട്. അയൽപക്കത്തുണ്ട് അത്തരം ആളുകൾ, നമ്മുമായി ബന്ധപ്പെടുന്ന നമ്മുടെ ഒരു മേഖലയിൽ അത്തരം ആളുകളുണ്ട്. ഈ റമദാനിൽ നമ്മെ തിരഞ്ഞു വരുന്ന ആളുകളുമുണ്ട്. റമദാൻ മാസം അങ്ങനെ ഒരു നേട്ടമുണ്ട്. ഒരുപാട് ആളുകൾ നമ്മെ തേടി വരും. സ്വതക്ക ചെയ്യാൻ തയ്യാറുണ്ടെങ്കിൽ നാം വീട്ടിലിരുന്നാൽ പോലും ആളുകൾ തെരഞ്ഞു വന്നുകൊള്ളും. അൽഹംദുലില്ലാഹ്, അത് വലിയ ആശ്വാസമാണ്. അതൊരു ആശ്വാസമാണ്, ശല്യമായിട്ടല്ല അതിനെ കാണേണ്ടത്. ഒരു അവസരമായി കാണുക. റമദാൻ മാസം വന്നാൽ ധാരാളം പിരിവുകാർ വീട്ടിലേക്ക് വരും. അത് തട്ടിപ്പുകാരുണ്ടാവും, പലതുണ്ടാവും. ആയിക്കോട്ടെ, തട്ടിപ്പഴുത്തിയാൽ അതും നമുക്ക് ലാഭമാണ്. നമ്മെ പറ്റിച്ചു പോയാൽ നമുക്കതും ലാഭമാണ്, നഷ്ടമൊന്നുമില്ല. അപ്പൊ നമ്മളെ തെരഞ്ഞ ആളുകൾ വരുന്നുണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ് ഒരു അവസരമാണെന്ന് കാണുക. ആ നിലക്ക് ദാനധർമ്മങ്ങളിൽ പ്രത്യേകമായ ആസൂത്രണം. പണം ഉണ്ടെങ്കിൽ കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ കൊടുക്കണ്ട. നബി ഞങ്ങൾ പറഞ്ഞല്ലോ, ഫബികലിമത്തിൻ ത്വയ്യിബ, ഒന്നും ചെയ്യാൻ കഴിയില്ലെങ്കിൽ ഒരു നല്ല വാക്ക് കൊണ്ടെങ്കിലും, ഒരു നല്ല വാക്ക് കൊണ്ടെങ്കിലും കൊടുക്കാൻ ആഗ്രഹമുണ്ട്. ഉണ്ടായപ്പോൾ കൊടുത്തിട്ടുമുണ്ട്, ഇപ്പോൾ സാഹചര്യം പ്രതികൂലമാണ്, കൊടുക്കാവുന്ന രീതിയല്ല, വരുമാനമില്ല, പ്രയാസങ്ങളുണ്ട്, നമ്മൾ തന്നെ ബുദ്ധിമുട്ടിലാണ്, കൊടുക്കാൻ കഴിയാത്തതിൽ വേദനയുണ്ട് എങ്കിൽ കൊടുത്ത അതേ കൂലി നമുക്ക് അവിടെ കിട്ടും. ആര് വന്നാൽ നല്ല മാന്യമായി സംസാരിച്ച് നമുക്ക് അവരെ പറഞ്ഞയക്കാം. തിരിച്ചയക്കുമ്പോൾ ഒരു വിഷമുണ്ട്, റബ്ബേ ഇങ്ങനെ തിരിച്ചയക്കാറില്ലല്ലോ, ഉള്ള കാലത്ത് കൊടുത്തിട്ടുണ്ടല്ലോ, കഴിയാത്തതുകൊണ്ടാണല്ലോ റബ്ബേ, എങ്കിൽ കൊടുത്ത കൂലി ഇൻഷാ അല്ലാഹ് നമുക്ക് കഴിയുമോ ഇല്ലേ എന്ന് നമുക്കറിയാം, നമ്മുടെ റബ്ബിനും അറിയാം. എന്റെ കഴിവെത്രയാണ് എന്ന് എനിക്കും എന്റെ റബ്ബിനും അറിയാം. ആ അള്ളാഹ്ക്ക് ബോധ്യമുണ്ടായാൽ മതി, നമുക്കും സ്വയം ബോധ്യപ്പെട്ടാൽ മതി എന്ന പ്രശ്നമില്ല. വലിയ സംഖ്യ കൊടുക്കാന്നുള്ളതല്ല, പക്ഷെ ആ ഒരു മനസ്സ്, ധർമ്മം നൽകണം, ദാനം നൽകണം എന്ന ഒരു മനസ്സ്, അത് നമ്മുടെ ഈമാന്റെ ഭാഗം തന്നെയാണ്. ആ നിലക്ക് ഈ മൂന്ന് മേഖലയിൽ ഒന്ന് വിശ്വാസമാണ്, രണ്ട് ഇൽമ് അറിവാണ്, മൂന്നാമത് അമലുകൾ പ്രവർത്തനങ്ങളാണ്. ഇത് മൂന്നും വർദ്ധിക്കാൻ ഈ റമദാനിൽ സാധിക്കണം സഹോദരന്മാർ. അവർക്ക് റമദാൻ, അല്ലാതെ റമദാൻ മാസം വരുമ്പോൾ മാത്രം പള്ളിക്ക് വന്നു പിന്നൊന്നുമില്ല, അത് ഒരു നിസ്കരിക്കാൻ ഉണ്ടാവും, നോമ്പ് വയ്ക്കാനുണ്ടാവും, നോമ്പെടുക്കാൻ പള്ളിക്ക് വരും ചെയ്യും, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, അതല്ല റമദാൻ. ആ നിലയ്ക്ക് എന്തു മാറ്റമാണോ എന്റെ ജീവിത രീതികളിൽ, എന്റെ സമയക്രമങ്ങളിൽ, എന്റെ ജോലികളിൽ, എന്റെ ഓഫീസ് സംവിധാനങ്ങളിൽ, എന്റെ കച്ചവടങ്ങളിൽ, കുടുംബ കാര്യങ്ങളിൽ എന്താണോ ഇതിനു വേണ്ടി ഒരു മാറ്റം വേണ്ടത്, ആ മാറ്റത്തിന് നമ്മൾ ഇപ്പൊ തയ്യാറാവും. കുടുംബത്തെ അതിനുവേണ്ടി പാകപ്പെടുത്തുക,
ചില നീക്കുപോക്കൾ അവർക്കും ചെയ്തു കൊടുക്കേണ്ടി വരും. സ്ത്രീകൾക്ക് റമദാൻ മാസം വന്ന എമ്പാടും പണിയാണ്. അങ്ങനെ തന്നെ ആവണമെന്നില്ല. നമ്മളൊന്ന് സഹായിച്ചു കൊടുത്താൽ, നമ്മൾ ചില പ്ലാൻ ചെയ്തു കൊടുത്താൽ അവർക്കും കുറെയൊക്കെ വിഭാഗത്തിലേക്ക് മാറി നിൽക്കാൻ കഴിയും. എല്ലാ മാസങ്ങളെക്കാൾ ഏറെ ഒരുപാട് ഭക്ഷണം ഉണ്ടാക്കലും വ്യത്യസ്തമായ ജോലിയുമായി അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്ത, ഖുർആൻ ഓതാൻ പോലും കഴിയാത്ത, പള്ളിക്ക് വരാൻ കഴിയാത്ത, ക്ലാസ്സിൽ പങ്കെടുക്കാൻ കഴിയാത്ത അവസ്ഥ പലപ്പോഴും ഉണ്ട്. ഒരു പക്ഷേ എവിടെയെങ്കിലും ഒരു കാറ്ററിംഗ് ഏൽപ്പിച്ചാൽ, ഏതെങ്കിലും ഹോട്ടലിൽ ഏൽപ്പിച്ചാൽ ഇതേ ചെലവിൽ പക്ഷെ ആവുള്ളൂ. അവർക്ക് സൗകര്യമായി അല്ലെങ്കിൽ പള്ളി ഇഫ്താറുണ്ട്, നോമ്പ് തുറയുണ്ട്, ളുഹറിന് പള്ളിക്ക് വന്നാൽ ക്ലാസും കിട്ടും, അവിടെ നിന്ന് ഖുർആനും ഓതാം, അസ്റും നിസ്കരിക്കാം, മഗ്‌രിബും നിസ്കരിക്കാം, ഭക്ഷണം കഴിച്ച് തറാവീഹും കഴിഞ്ഞ് വീട്ടിലേക്കാണ് പോയാൽ മതി. നല്ല ആശ്വാസമാണ്. മിക്കവാറും പല പള്ളിയിലും ഇന്ന് നോമ്പ് തുറകളുണ്ട്. ഭക്ഷണത്തിൽ ചില നീക്കുപോക്കുകൾ നമ്മൾ ചെയ്യേണ്ടി വരും. റമദാൻ മാസം ഒന്നാകെ തിന്നണ മാസം തന്നെ. ഭക്ഷണം കൂടുന്തോറും ഇബാദത്തിന് തടസ്സമാണ്, ഇബാദത്ത് തടസ്സമാണ്, ഈമാൻ തടസ്സമാണ്. വയറ് കാലിയാവലാണ് എപ്പോഴും അത് ഏറ്റവും നല്ല മാർഗമായി പഠിപ്പിച്ചത്. പരലോകത്തേക്ക് വേണ്ടി അധ്വാനിക്കുന്ന ആളുകൾക്ക് 5-6 ലക്ഷണം പറഞ്ഞ അതിൽ ഒന്ന് പറഞ്ഞത് ഖാലിയായ വയർ എന്നാണ് എടുത്തു പറഞ്ഞ ഒരു മര്യാദ. നമ്മൾ ശീലിക്കേണ്ടത്. റമദാൻ മാസം ചെലവ് കൂടാൻ പാടില്ല. പലപ്പോഴും റമദാനെ ചെലവ് കൂടാ. എങ്ങനെ ചെലവ് കൂടാ? രാവിലത്തെ ഭക്ഷണമില്ല, ഉച്ചക്കില്ല, വൈകുന്നേരത്തെ ചായ ഇല്ല, എന്നാലും ചെലവ് കൂടുന്നു. സ്വതക്ക ചെയ്തിട്ടല്ല, എല്ലാം വാങ്ങിക്കൂട്ടുകയാണ്. റമദാൻ മാസമായ സ്പെഷ്യൽ ഒരുപാട് കച്ചവടങ്ങൾ വരികയാണ്. എല്ലാ കരിച്ചതും പൊരിച്ചതും ഒക്കെ ആയിക്കോട്ടെ, ഒരു വിറ്റോട്ടെ, നമുക്ക് അത്യാവശ്യം വാങ്ങാൻ പാടില്ല എന്നല്ല. പക്ഷെ റമദാൻ മാസം വെറും തീറ്റയും കുടിയുമായി പകൽ തിന്നാത്തതിന് ഫൈൻ അടക്കാൻ രാത്രി തിന്നുന്ന രൂപത്തിലാണെങ്കിൽ പിന്നെ ഈ പറയപ്പെട്ടൊന്നും ഇവിടെ നേടാൻ കഴിയില്ല. കുടുംബത്തെ കൂടി ആ രംഗത്തെ സഹായിക്കുക. അവർക്കും സ്വർഗം കിട്ടണം, അവരും ഇബാദത്ത് ചെയ്യണം, അവരും പള്ളിയിൽ വരണം. ഭാര്യയോട് മക്കളോടൊക്കെ പറയാം, ഈ റമദാൻ മാസം നമുക്ക് പള്ളിയുമായി കുറച്ച് ബന്ധം സ്ഥാപിക്കാം. അതുകൊണ്ട് ഭക്ഷണം തന്നെ ഉണ്ടാക്കണ്ട, തൽക്കാലം ഏർപ്പാട് ഞാൻ ചെയ്തുതരാം, തൽക്കാലം ചെറിയ സംവിധാനം ഒരുക്കാം, നമുക്ക് ഒന്നിച്ച് പള്ളിയിൽ പോകാം. ളുഹറിന് വന്നാൽ ഈ പറഞ്ഞ പോലെ എല്ലാം കഴിഞ്ഞ് തറാവീഹും കഴിഞ്ഞ് പോയാൽ മതി. ഭക്ഷണം പള്ളിയിലുണ്ട്, ഇനി പള്ളിയിൽ ഇല്ല വേണ്ട, തൽക്കാലം നമ്മൾ കൈ പിടിച്ചു ഒന്നാലും മതിയല്ലോ. അല്ലാതെ അവരെങ്ങനെ റമദാൻ മാസം കൊണ്ട് പണിയെടുക്കട്ടെ, നമ്മളെങ്ങനെ ഇബാദത്തുമായി പോവുക എന്നതല്ല. നമ്മെ നമ്മുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തേണ്ട ബാധ്യത കുടുംബനാഥന്മാർക്കുണ്ട് എന്നുള്ളത് നമ്മളൊക്കെ പ്രത്യേകമായി ഓർക്കുക. ആ നിലക്കുള്ള ആസൂത്രണം വീട്ടിൽ നിന്ന് ഒരുമിച്ച് കൂടി കുടുംബസമയം ചർച്ച ചെയ്ത് എന്തോ പ്ലാനാ ചെയ്യാൻ പറ്റുക, എങ്ങനെ നമുക്ക് ആസൂത്രണം ചെയ്യാൻ കഴിയുക എന്ന് ആലോചിച്ച് ഒരു നല്ല പ്ലാനും പദ്ധതിയൊക്കെ ഉണ്ടാക്കി ഈ റമദാനെ ഉപയോഗിക്കാൻ ഇപ്പോൾ തന്നെ കൃത്യമായ ഷെഡ്യൂൾ ഉണ്ടായാൽ ഇൻഷാ അല്ലാഹ് ജീവിതത്തിൽ ഒരുപക്ഷെ തുല്യതയില്ലാത്ത റമദാനാക്കി മാറ്റാൻ കഴിയും. ഒരുപക്ഷെ ഇനി ജീവിതത്തിൽ റമദാൻ കിട്ടുമെന്ന് പറയാൻ കഴിയുന്നില്ല, ഇതിനെ കിട്ടോ അതും ഉറപ്പില്ല. അവിടെ കിട്ടുന്നത് മാക്സിമം ഉപയോഗപ്പെടുത്താൻ പരിശ്രമിക്കുക. പടച്ച റബ്ബ് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. സഹോദരന്മാരെ റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടെ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇന്ന് ശഅബാൻ 14 മാസപ്പിറവിയുടെ അടിസ്ഥാനത്തിൽ ആ നിലക്ക് 15 16 ദിവസമാണ് ഇനി ശഅബാനിൽ നമുക്ക് ബാക്കിയുണ്ടാവുക. ആ 2 ആഴ്ച കാലം പ്രധാനമാണ്. ഈ പറഞ്ഞ പോലെ ആസൂത്രണങ്ങളും ഒരുക്കങ്ങളും തന്നെയാണ് ഈ സന്ദർഭങ്ങളിൽ നമ്മൾ നിർവഹിക്കേണ്ടത്. പരമാവധി വിശ്വാസം ശരിയാക്കുക, കർമ്മങ്ങളെ ശരിയാക്കുക, ശിർക്കും ബിദ്അത്തും ഇല്ലാതിരിക്കാനുള്ള ജാഗ്രത കാത്തു സൂക്ഷിക്കുക. പൊതുവെ ശഅബാനിൽ ഒരുപാട് ബിദ്അത്തുകൾ, അന്ധമായ ധാരണകൾ സമൂഹത്തിലുണ്ട്. ശഅബാൻ 15 ബന്ധപ്പെട്ട പ്രത്യേകിച്ചും ബറാഅത്ത് രാവ് എന്ന പേര് പറഞ്ഞുകൊണ്ട്
15 പകലിനെ സജീവമാക്കുന്ന ആളുകൾ. പേര് രാവ് എന്നാണ് ഉപയോഗിക്കുന്ന, പകലുമാണ്. ഏതെന്നാലും പ്രത്യേകിച്ച് അങ്ങ് ശഅബാൻ 15 എന്തെങ്കിലും ഒരു ഇബാദത്ത് വർദ്ധിപ്പിക്കാൻ പ്രമാണങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടില്ല. ഖുർആൻ ഇറങ്ങിയ ദിവസമാണ് എന്ന് പോലും പറയുന്ന ആളുകളുണ്ട് ശഅബാൻ 15 കുറിച്ച്. വിശുദ്ധ ഖുർആൻ വ്യക്തമായി പ്രഖ്യാപിച്ചത് ശഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ എന്നാണ്. റമദാൻ മാസമാണ് ഖുർആൻ ഇറക്കപ്പെട്ട മാസം. പിന്നെ ഇങ്ങനെ ശഅബാനിലാവും സൂറത്തുൽ ബഖറയിൽ അല്ലാഹു വ്യക്തമായി പരിചയപ്പെടുത്തി. താഴെ സൂറയിൽ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദറിലാണ് നാം ഖുർആൻ അവതരിപ്പിച്ചത് എന്നും കാണാം. അതേപോലെ സൂറത്തുൽ ദുഖാനിൽ ഈ ഖുർആൻ ഇറക്കിയത് ഫീ ലൈലത്തിൻ മുബാറക, അനുഗ്രഹീതമായ രാത്രിയിലാണ് എന്നും പറഞ്ഞു. അപ്പൊ 3 പ്രയോഗം ഖുർആനിൽ പറഞ്ഞു. ഒന്ന് അനുഗ്രഹീതമായ രാത്രിയിലാണ്, 2 ഖദറിന്റെ രാത്രിയിലാണ്, 3 റമദാൻ മാസത്തിലാണ്. ഈ 3 ആയത്ത് ചേർത്തി വെച്ചാൽ അനുഗ്രഹീതമായ രാത്രി ഉദ്ദേശം ലൈലത്തുൽ ഖദറാണ്, അതാവട്ടെ റമദാനിലാണ് എന്ന് വ്യക്തമായി ഖുർആൻ കൊണ്ട് തന്നെ പഠിപ്പിക്കപ്പെട്ട കാര്യമാണ്. പിന്നെ എങ്ങനെയാണ് ശഅബാൻ 15 ഖുർആൻ ഇറങ്ങിയെന്ന് വിശ്വസിക്കുക? അന്ന് ആണ്ടതിയായി കാണുകയും പ്രത്യേകമായ ഇബാദത്തുകൾ പോലും വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾ, 3 യാസീൻ ഓതാൻ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകൾ, റിസ്ക് വിശാലമായി കിട്ടാനും ആയുസ് വർദ്ധിക്കാനും അതേപോലെ മുസീബത്തൊക്കെ ഒഴിവായി കിട്ടാനും എന്ന് പറഞ്ഞുകൊണ്ട് 3 യാസീനും പ്രത്യേകമായ ഭക്ഷണവും പ്രത്യേകമായ നോമ്പും എല്ലാം ആചരിക്കുന്ന രീതി സമൂഹത്തിലുണ്ട്. അതിനൊന്നും യാതൊരു അടിസ്ഥാനവുമില്ല. നബി തങ്ങൾ ശഅബാൻ പൊതുവെ നോമ്പ് വർദ്ധിപ്പിക്കാറുണ്ട്. ആ കൂട്ടത്തിൽ ഏതുമാകാമെന്നർത്ഥം നമ്മൾ കഴിഞ്ഞ ഖുത്ബയിൽ പറഞ്ഞു. റമദാൻ മാസം കഴിഞ്ഞാൽ നബി തങ്ങൾ ഏറ്റവും അധികം നോമ്പ് നോറ്റ മാസം ശഅബാനാണ്. ആ നിലയ്ക്ക് ശഅബാനൊക്കെ എപ്പോഴും നിൽക്കാം. ബറാത്ത് നോമ്പ് നിലയ്ക്ക് എല്ലാ മാസവും 13, 14, 15 നോമ്പ് പ്രത്യേകം സുന്നത്തുണ്ട്, അയ്യാമുൽ ബീദ്. ആ നിലയ്ക്ക് ശഅബാൻ 15 അതിൽപ്പെട്ടൊരു 15 എന്ന് മാത്രം. അല്ല ബറാത്ത് നോമ്പ് എന്നൊരു നോമ്പോ അന്ന് പ്രത്യേകമായ ആചാരങ്ങളോ പ്രത്യേകമായ ഇബാദത്തുകളോ ഒന്നും അങ്ങനെ എവിടെയും പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. ദുർബലമായ ചില റിപ്പോർട്ടുകളെ അടിസ്ഥാനമാക്കി പിൽക്കാലത്ത് അത് ആരോ കൊണ്ടുപിടിച്ച് പ്രചരിപ്പിച്ച രീതികളാണ് എന്ന് നാം തിരിച്ചറിയുക. ഏതാണെങ്കിലും എല്ലാ ബിദ്അത്തിൽ നിന്നും മുക്തമാകും. ഒരു അമലാകണമെങ്കിൽ അല്ലാഹും റസൂലും പഠിപ്പിച്ചതാവണം. അല്ലാഹും റസൂലും പഠിപ്പിക്കാത്ത അമലായി സ്വീകരിക്കപ്പെടുകയില്ല. പ്രമാണങ്ങളെ പിൻബലമില്ലാത്ത വിശുദ്ധ ഖുർആനിന്റെയോ പ്രവാചക വചനങ്ങളുടെയോ പിൻബലമില്ലാത്ത ഒരു അമൽ ഇസ്ലാമിൽ അമലായി സ്വീകരിക്കപ്പെടുകയില്ല. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി പറയുന്നു, കുല്ലു ഇബാദത്തിൻ ലം യതഅബ്ബദ്ഹാ അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫലാ തഅബ്ബദുഹാ. നബിതങ്ങളുടെ സ്വഹാബിമാർ ഇബാദത്തായി ചെയ്തിട്ടില്ലാത്ത ഒരു ഇബാദത്തും നിങ്ങളാലും ഇബാദത്തായി ചെയ്യരുത്. കാരണം ഫഇന്നൽ അവ്വല ലം യദഇ ലിൽ ആഖിരി മഖാല. ആദ്യ തലമുറ പിൻതലമുറയ്ക്ക് വേണ്ടി ഒരു വാക്ക് പോലും മതത്തിൽ അധികമായി പറയാനുള്ള ഒരു അവസരം ബാക്കി വെച്ചിട്ടില്ല. എല്ലാം അവര് ചെയ്തിട്ടുണ്ട്. സ്വർഗത്തിലേക്ക് എത്തുന്ന കൂലി കിട്ടുന്ന ഏത് അമലും അത് അമലാക്കി മാറ്റിയവരാണ് സ്വഹാബിമാർ. സ്വഹാബികൾ ചെയ്യാത്തൊരു അമല് ശേഷക്കാർ ചെയ്തോട്ടെ എന്ന് കഴിഞ്ഞ് മാറ്റിവെച്ച ഒന്നുപോലുമില്ല. അതുകൊണ്ട് മുൻഗാമികൾ ചെയ്യാത്ത, സ്വഹാബത്തിന് പരിചയമില്ലാത്ത, താബികൾക്ക് പരിചയമില്ലാത്ത, നബിതങ്ങൾ പഠിപ്പിച്ചിട്ടില്ലാത്ത, ഖുർആന്റെ പിൻബലമില്ലാത്ത ഒരു അമല് അമലാവുകയില്ല, ഒരു വിശ്വാസം വിശ്വാസമാവുകയില്ല. ആ ഒരു അടിസ്ഥാനം ജീവിതത്തിൽ നാം തിരിച്ചറിയുകയും ഏത് അമലുമായി ആര് വന്നാലും ഈ ഒറ്റ ചോദ്യം, ഇത് പ്രവാചകർക്ക് പരിചയമുണ്ടോ, സ്വഹാബിക്ക് പരിചയമുണ്ടോ, താബിഈങ്ങൾ ചെയ്താണോ എന്ന് ചോദിച്ചാൽ അതൊന്നുമില്ല, എന്നാലും നല്ലതല്ലേ എന്നാണെങ്കിൽ അങ്ങനെ നല്ലതില്ല. നബിയും സഹാബത്തും ചെയ്തതും പഠിപ്പിച്ചതുമാണെങ്കിലോ നമുക്ക് ചെയ്യുകയുമാവാം. ഇതാണ് അടിസ്ഥാനം. ഏത് അമലും അമലാണോ അല്ലേ, അത് സ്ഥിരപ്പെട്ടതാണോ അല്ലേ, അതോ ബിദ്അത്താണോ ഇത് തിരിച്ചറിയാനുള്ള ഏറ്റവും നല്ല അളവുകോല് നബിയും സഹാബത്തും താബിഈങ്ങളൊക്കെ ഇത് ജീവിതത്തിൽ അമലാക്കിയിട്ടുണ്ടോ, ഉണ്ട് എന്ന് തെളിയിച്ചെന്നാൽ നമുക്ക് ചെയ്യാം.
ഇല്ല എന്നാണോ എന്തു ന്യായം പറഞ്ഞാലും ശരി ദീൻ അത് അമലായി സ്വീകാര്യവുമല്ല. ആ ഒരു മാനദണ്ഡം വെച്ചുകൊണ്ട് അമലുകളെ പഠന വിധേയമാക്കി സ്ഥിരപ്പെട്ടവയെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുകയും സ്ഥിരപ്പെടാത്ത വ്യാജനായി തിരിച്ചറിഞ്ഞ് അത് ആര് ചെയ്താലും ഭൂരിപക്ഷം അതിനെ പിന്നാലെയാണെങ്കിലും ആ വഴിക്ക് നമ്മൾ പോകാവതല്ല. ഹറാമുകളുമായി ഒരു ബന്ധവും ഉണ്ടാകാവത്. നാട്ടിൽ പലതും ഉണ്ടാകും. ദുനിയാവ് അങ്ങനെയാണ്. ദുനിയാവില് ഉത്സവങ്ങളായും ആഘോഷങ്ങളായും അങ്ങനെ പല പാട്ടും കൂത്തും ചാടിക്കളിയും എല്ലാ നാട്ടിലൊക്കെ നടക്കും. നമ്മുടെ നാടെങ്ങനെയാണ്? എല്ലാ ജാതിയും എല്ലാ മതക്കാരും ഒന്ന് ജീവിക്കുന്ന നാടാകുമ്പോൾ ആർക്കും എന്തിനും സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ എല്ലായിടത്തും പോയി കയറിക്കൂടേണ്ടവരെല്ലാം വിശ്വാസികളായ പല ഉത്സവം നടക്കാൻ പോകും, പല ആഘോഷം നടക്കാൻ, അത് പലതുണ്ടാകും. മതത്തിന്റെ പേരിൽ, അല്ലാത്ത പേരിൽ, നാട്ടിലെ വ്യത്യസ്തമായ കൂട്ടായ്മകളുടെ പേരിൽ എല്ലാം ഉണ്ടാകും. അവിടേക്ക് നമുക്ക് ചില നിലപാടുകൾ കണിശമായി ഉണ്ടാവേണ്ടത്. കാണുന്ന എല്ലാത്തിനും പോയി കൂടേണ്ടവരല്ല നമ്മൾ, എല്ലാത്തിനും പണം കൊടുക്കേണ്ടവരല്ല നമ്മൾ. തെറ്റാണ്, തിന്മയാണെന്ന് ബോധ്യമുണ്ടോ അവിടെ നമുക്ക് റോളില്ല. നന്മയാണോ നമുക്കവിടെ സഹകരിക്കാം. അല്ലാഹു തആല പരിചയപ്പെടുത്തി നന്മയിലും പുണ്യത്തിലും തഖ്വയിലും ഒക്കെ നിങ്ങൾ പരസ്പരം സഹകരിക്കുക. എന്ന കുറ്റത്തിലും തിന്മയിലും നിങ്ങൾ പരസ്പരം സഹകരിക്കരുത്. വലാ തആവനു, നിങ്ങൾ പരസ്പരം സഹകരിക്കരുത്. എന്തിന്? ഇസ്മിലും ഉദ്വാനിലും കുറ്റത്തിലും ശത്രുതയിലും ഒന്നും നിങ്ങൾ തമ്മിൽ സഹായിക്കാനും സഹകരിക്കാനും പാടില്ല. അതുകൊണ്ട് ആര് വന്നാലും വല്ലതും കൊടുക്കാന്നുള്ള രീതിയൊന്നുമല്ല. ഒരു ഹറാമിനാണ്, ഒരു ശിർക്കിനാണ്, ഒരു കുഫറിനാണ്, തോന്നിവാസത്തിനാണ്, കൂത്താട്ടത്തിനാണ് എന്ന് ബോധ്യമുണ്ടെങ്കിൽ അവിടെ നമ്മൾ പണം കൊടുക്കാൻ പറ്റൂല, അവിടെ നമ്മൾ ഭാഗവാക്കാകാൻ പറ്റൂല. അത് ഒരു നിലക്ക് നമ്മൾ സഹകരിക്കാനും പറ്റൂല. നന്മയാണോ പുണ്യമാണോ, നന്മയുടെയും പുണ്യത്തിന്റെയും ഏത് വഴിയിലും നമുക്ക് സഹകരിക്കുകയും ചെയ്യാം. തെറ്റായ തിന്മയായ ഒരു വഴിയിലും നമ്മുടെ ഒരർത്ഥത്തിൽ നമ്മുടെ ഇടപെടലുകൾ ഉണ്ടാകാനും പാടില്ല. ഇതൊക്കെ അടിസ്ഥാന പാഠമായി ഉൾക്കൊണ്ടുകൊണ്ട് നന്മയിൽ മുന്നേറി തിന്മയോട് പൂർണ്ണമായും മാറി നിന്ന് മുത്തഖീങ്ങളായി മുവഹിദുകളായി ജീവിച്ചു മരിക്കാൻ നാം പരിശ്രമിക്കുക. പടച്ച റബ്ബ് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا تقبل منا ربنا تقبل منا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله وسلم على محمد وآله وصحبه أجمعين والحمد لله رب العالمين.